അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ മനുഷ്യ മാതാവാണ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. ആരാണ് ഹവ്വ? എങ്ങനെയാണ് സ്വർഗത്തിൽ പടക്കപ്പെട്ടത്? എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്? എങ്ങനെയാണ് അവസാനത്തെ നിമിഷങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങിയ അത്ഭുതകരമായ ചരിത്രം, ആ കഥ നമുക്ക് മനസ്സിലാക്കാം, കഥ പറയാം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലാണ് പടച്ചത്. ആ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഖലോലുപതനായി സ്വർഗത്തിന്റെ മുഴുവൻ ആഡംബരങ്ങളും മുഴുവൻ അനുഭൂതികളും അടുത്തറിഞ്ഞ മഹാനാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് എല്ലാത്തിൻ്റെയും പേരുകൾ, എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മാലാഖമാരോട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഈ മനുഷ്യനറിയാം. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ നിങ്ങൾ സുജൂദ് ചെയ്യണം, നിങ്ങൾ വണങ്ങണം. വസ്ജുദൂ ലി ആദം, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം. മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ, ആ പടച്ചവന്റെ കൽപ്പന അതുപോലെ അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങി മലക്കുകൾ ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുകയുണ്ടായി. പക്ഷേ ശപിക്കപ്പെട്ടവനായ പിശാച് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്തിനു സുജൂദ് ചെയ്യണം? ഞാനല്ലേ വലുത്, ഞാനാണ് വലുതെന്ന ചിന്ത ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു പടപ്പിന് അഹങ്കാരത്തിന്റെ കിരീടമണിയിച്ചപ്പോ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദ്യമായി പുറത്താക്കപ്പെട്ട വിഭാഗം ശപിക്കപ്പെട്ടവനായ പിശാചിനെയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ ഇങ്ങനെ ജീവിക്കാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ സ്വർഗത്തിൽ എല്ലാ ഇണകളാണ്, എല്ലാത്തിനും ഒരു ഇണയും തുണയുമുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രം ഒരു തുണയില്ല, ഒരു ഇണയില്ല. ഒരു സങ്കടം പറയാൻ, ഒരു സന്തോഷം പറയാൻ, ആനന്ദം പങ്കിടാൻ ഒന്നിനും ഒരു ഇണയെ കിട്ടുന്നില്ല. വല്ലാത്തൊരു ഒറ്റപ്പെടൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽബിനകത്തുണ്ട്. പക്ഷേ റബ്ബിനോട് പറഞ്ഞില്ല. പക്ഷെ ഉള്ളറകൾ അറിയുന്നവനാണ് റബ്ബ്. ആര് ഹൃദയാന്തരങ്ങൾ എന്തൊളിപ്പിച്ചു വെച്ചാലും റബ്ബിനതറിയാൻ കഴിയും. അതാണ് പടച്ചവൻ, അതാണ് പടപ്പും പടച്ചവനും തമ്മിലുള്ള വ്യത്യാസം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദ്യത്തെ മനുഷ്യജീവന്റെ തുടിപ്പിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാൻ അള്ളാഹു ആ ഒരു സങ്കടം തീർക്കാൻ തീരുമാനിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറങ്ങിയപ്പോ ലോക ചരിത്രത്തിൽ ആദ്യമായി അനസ്തേഷ്യ ഇല്ലാതെ ഒരു ഓപ്പറേഷൻ നടന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയലിൽ നിന്നും ഹവ്വാ ബിവിയെ പടക്കപ്പെട്ടു എന്നാണ്. ഹവ്വാ ബിവിയെ പടക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇവിടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. എന്തുകൊണ്ട് തലയിൽ നിന്ന് ഒരു എല്ലിനെയോ ഒരു വസ്തുവിനെ എടുത്ത് ഹവ്വാ ബിവിയെ പടച്ചില്ല? അത് അഹങ്കാരം വരാതിരിക്കാനാണ് എന്ന് ഹദീസുകളിൽ കാണാം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് കാലിൽ നിന്നും, ശരീരത്തിന്റെ ഏറ്റവും അടിഭാഗത്തെ അവയവമാകുന്ന കാലിൽ നിന്നും സൃഷ്ടിച്ചില്ല? അത് പരിഹാസ്യനാകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെന്തുകൊണ്ട് ഹൃദയത്തിന്റെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വാരിയലിൽ നിന്നും എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു? അതിനർത്ഥം മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഹദീസുകൾ ചർവണം നടത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിനർത്ഥം അത് ഹൃദയത്തോട് ചേർന്നിക്കുമ്പോൾ സ്നേഹം, കരുതൽ, കെയറിങ്, അങ്ങനെ എല്ലാം ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് പെണ്ണുങ്ങൾ, സ്ത്രീകൾ. അതിനുവേണ്ടിയാണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാരിയലിൽ നിന്നും അള്ളാഹു പടച്ചത് എന്ന ഹദീസുകളിന്റെ ആശയങ്ങളിൽ കാണാം. അങ്ങനെ ഹവ്വാ ബിവിയെ പടക്കപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ ഒരു പെണ്ണിനെ കണ്ടു, തന്നെ പോലൊരു ജീവിയെ കണ്ടു, ഒരു സൃഷ്ടിയെ കണ്ടു. ആദം നബിക്ക് വല്ലാത്ത സന്തോഷമായി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബിവിയെ കണ്ടപ്പോ ആ ഒരു സന്തോഷത്തിൽ, ആനന്ദത്തിൽ ഹവ്വാ ബിവിയിലേക്ക് അടുക്കാൻ ശ്രമിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, ആദം നബിയെ അടുക്കരുത്, അടുക്കരുത്. നിങ്ങൾക്ക് വിവാഹം ചെയ്യണം, വിവാഹം ചെയ്താലാണ് അത് അനുവദനീയമാവുകയുള്ളൂ. വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അള്ളാഹുവേ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മഹർ കൊടുക്കണം. എന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിക്ക് മഹർ കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആരംഭപ്പൂവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെ വിവാഹം നടന്നു. അള്ളാഹുവിന്റെ കൽപ്പന, നബിയെ വലാ തഖറബാ ഹാദിഹി ശജറ, ഈ കാണുന്ന ഒരു മരമുണ്ട്, ആ മരം ഏതാണെന്ന് റിപ്പോർട്ടുകളില്ല, പല അഭിപ്രായങ്ങളുണ്ട്. നമുക്കൊരു മരമാണെന്ന് മനസ്സിലാക്കാം. ഒരു മരത്തിലേക്ക് ചൂണ്ടിയിട്ട് അള്ളാഹ് പറഞ്ഞു, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്.
കയറുന്ന പോട്ടെ, എടുക്കുന്ന പോട്ടെ, അടുക്കുക പോലും ചെയ്യരുതെന്നാണ് അള്ളാന്റെ കൽപ്പന. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. പക്ഷേ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് പുറത്ത് പണി നടത്താണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം, ഞാൻ മാത്രം സ്വർഗത്തിൽ നിന്ന് പുറത്തായാൽ പോരാ, അവരെ കൂടി പുറത്താക്കണമെന്ന ചിന്തയിൽ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുവാനുള്ള അനുവാദം ഇബ്ലീസ് വാങ്ങിച്ചെടുത്തു. നേരെ ആദം നബിയുടെ അടുക്കലേക്ക് കടന്നു വന്നു എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ആദം നബിയെ, ആ കാണുന്ന മരം ഉണ്ടല്ലോ, അത് നിങ്ങൾ കഴിക്കാത്തത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ റബ്ബ് അടുക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എനിക്കില്ല. അതൊരു ഉറച്ച തീരുമാനമാണ്. ഇബ്ലീസിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നേരെ പോയത് ഹവ്വാ ബീവിയിലേക്കാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അവിടെ കഴിയാണ് സ്വർഗത്തിൽ. ചോദിച്ചു, ഹവ്വാ ബീവിയെ എങ്ങനെയുണ്ടൊക്കെ ജീവിതങ്ങൾ? ഹവ്വാ ബീവി പറഞ്ഞു, റാഹത്താണ് അൽഹംദുലില്ലാ. ഉടൻ തന്നെ ചോദിച്ചു, ആ മരത്തിലേക്ക് അല്ല പോകരുതെന്ന് പറഞ്ഞതിന് കാരണം എന്താ? അപ്പൊ ഹവ്വാ ബീവി പറഞ്ഞു, അതൊന്നും എനിക്കറിയാൻ പാടില്ല, അല്ല പോകരുതെന്ന് പറഞ്ഞു, എന്റെ ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഹവ്വാ ബീവിയെ, ഇതെന്താണെന്നറിയോ? ആ മരത്തിൽ ഒരു പഴമുണ്ട്, ആ പഴം കഴിച്ചാൽ നിങ്ങൾ മലക്കുകളെ പോലെയാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഖിയാമത്ത് നാൾ വരെ, അള്ളാഹു ഉദ്ദേശിക്കുന്നിടം വരെ മരണമില്ല. അപ്പൊ മരണമില്ല, മലക്കുകളൊക്കെ പോലെയാകുമെന്ന് കേട്ടപ്പോ ഹവ്വാബിയുടെ മനസ്സിലൊരു വല്ലാത്ത കൊതി, വല്ലാത്തൊരു ആഗ്രഹം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പതിയെ സോപ്പിടാൻ തുടങ്ങി. പയ്യെ ചാക്കിട്ട് ആദം നബിയോട് സ്നേഹപ്രകടനങ്ങൾ നടത്തി. ഉറച്ചു നിന്ന മനസ്സിനെ അത് ഇളക്കിയിട്ട് നേരെ പഴം പറിപ്പിച്ചു. ആ പഴം കഴിച്ചു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പഴം കഴിച്ചതിന്റെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ, ഒരു ചെറിയ ഒരു വശം ബദലിന്റെ, ആ ഇബ്ലീസിനോട് യോജിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇന്ത്യയിലെ ശ്രീലങ്ക എന്ന് പറയുന്ന പ്രദേശത്തും ഹവ്വാ ബീവിയെ പരിശുദ്ധമായ ഹറം ഷരീഫിന്റെ പരിസരത്തുള്ള, മക്കയുടെ പരിസരത്തുള്ള ജിദ്ദ എന്ന് പറയുന്ന പ്രദേശത്തുമാണ് ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് എന്നാണ്. രണ്ട് സ്ഥലങ്ങളിലാണ്. പരസ്പരം കാണാതെ, പരസ്പരം എവിടെയാണെന്നറിയാതെ, പരസ്പരം ഏത് കോണിലാണെന്ന് ചിന്തിച്ച് രണ്ടുപേരും കരഞ്ഞ് വർഷങ്ങളോളം നീണ്ടു എന്നാണ്. അവർ ദുആ ചെയ്തു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, അറിയാതെ ചെയ്തു പോയതാണ്, ഞങ്ങളുടെ ശരീരത്തിനോട് അക്രമം ചെയ്തു, ശരി തന്നെ, നീ പുറത്തു തരണം. നീ പുറത്തു തന്നില്ല എങ്കിൽ നഷ്ടവാളികൾ പെട്ടുപോകുമല്ല എന്നിങ്ങനെ തൗബ ചെയ്ത് രണ്ടുപേരും നടന്നു എന്നാണ്. അവസാനം തൗബ ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് ആദം നബി തൗബ ചെയ്തപ്പോൾ അള്ളാഹ് സ്വീകരിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനം, വാപ്പയും ഉമ്മയും കണ്ടുമുട്ടട്ടെ. അങ്ങനെ ആദം നബിയും ശ്രീലങ്കയുടെ ഭാഗത്തിറങ്ങിയ ആദം നബിയും ജിദ്ദയുടെ ഭാഗത്തിറങ്ങിയ ഹവ്വാ ബീബിയും രണ്ടുപേരും ഒരുമിച്ച് കൂടുകയാണ്. പരിശുദ്ധമായ മക്കയുടെ പരിസരത്തുള്ള അറഫ എന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത് എന്നാണ്. വല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് പോയി. ആ ജീവിതത്തിൽ ചരിത്രങ്ങളിൽ കാണാം, 20ഓളം തവണ ഹവ്വാ ബീബി പ്രസവിച്ചു എന്നാണ്. ഓരോ പ്രസവത്തിലും ഇരട്ട കുട്ടികളാണ്. ഓരോ പ്രസവത്തിലും ഒരാണും ഒരു പെണ്ണും, അങ്ങനെ 20 പ്രസവം. 21ാമത് ഗർഭവതിയായി അതിലൊരു ആൺകുഞ്ഞ് മാത്രമേ ജനിച്ചുള്ളൂ. അതാണ് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നും ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ ആ പ്രസവങ്ങളിൽ ജനിച്ച ഒരു സഹോദരങ്ങളാണ് കാബീലും ഹാബീലും. ഈ കാബീൽ ഹാബീലിനെ കൊന്നു. ലോക ചരിത്രത്തിൽ ഒരു മാതാവ് സ്വന്തം മകന്റെ ജനാസ ആദ്യമായി ഖബറടക്കുന്ന രംഗം വല്ലാത്ത ഹൃദയഭേദകമാണ്. അങ്ങനെ ആ ദുനിയാവിന്റെ രക്തച്ചൊരിച്ചിലിനൊരു മാതാവും പിതാവും സാക്ഷ്യം വഹിച്ചു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരുപാട് നാള് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഈ പരിശുദ്ധമായ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാം. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ആ സ്വർഗത്തിൽ നിന്ന് ആദം നബി ഹവ്വാ ബീവി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ വസ്ത്രങ്ങളില്ലായിരുന്നു എന്ന് കാണാം. അള്ളാഹുവിന്റെ നമുക്ക് ഉമ്മത്തെ മുഹമ്മദിന് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം, തെറ്റ് ചെയ്താൽ അള്ളാഹു വസ്ത്രനാക്കില്ല, വസ്ത്രമില്ലാതാക്കൂല. അള്ളാഹു മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളിലൊക്കെ തെറ്റ് ചെയ്താൽ വസ്ത്രങ്ങളെ ഊരിമാറ്റുമായിരുന്നു, അഴിച്ചു മാറ്റുമായിരുന്നു. നമ്മുടെ സമുദായത്തിന് മുത്തനബി തങ്ങളുടെ പ്രാർത്ഥന കാരണമില്ല. അവരിറങ്ങി വന്നപ്പോൾ അവർ ഇലകൾ വെച്ചാണ് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്, ഇലകൾ ഉപയോഗിച്ചാണ് നാണം മറച്ചിരുന്നത് എന്നൊക്കെ ഹദീസുകളിൽ കാണാം.
എന്തു തന്നെയായാലും ഹവ്വാ ബീവി റളിയല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബയുടെ പരിസരത്താണ് ഖബറടക്കപ്പെട്ടത് എന്നും ഹവ്വാ ബീവി റളിയല്ലാഹു തആല ജിദ്ദയുടെ പരിസരത്ത് തന്നെയാണ് ഖബറടക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഹദീസുകളിൽ നമുക്ക് ആശയങ്ങളിൽ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളാകുന്ന ഹവ്വാ ബീവിയുടെയും ആദം നബിയുടെയും കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പോകാൻ വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള മനോഹരമായ ചരിത്രങ്ങൾക്കായി ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു കഥയുമായി ചരിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.